വീഡിയോയിൽ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1ൻ്റെ സിലബസാണ് നോക്കാൻ പോകുന്നത്. ടോട്ടൽ 150 മാർക്കുള്ള ഈ ഒരു എക്സാമിൽ 30 മാർക്ക് വീതമുള്ള 5 സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽ സിലബസിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയാണ്. അതായത് നമ്മുടെ സൈക്കോളജിയും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ആ ഒരു ഭാഗത്തിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഭൂരിഭാഗം പേർക്കും അത് മലയാളമായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് സയൻസും. ഇനി ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാത്സും ആണ്. അപ്പോൾ ഇതാണ് 5 മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ 5 ടോപ്പിക്കിന് തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് മാർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. ഈ ഒരു സൈക്കോളജിക്ക് ഏകദേശം 15 മാർക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, അതിനൊരു 5 മാർക്കും. അതുപോലെ ലാസ്റ്റ് ലേണിംഗ് ആൻഡ് പെഡഗോജി, അതിന് 10 മാർക്കുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി തന്നെയാണ്. DLD സിലബസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരാറ്. അടുത്തതായിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജിൽ മലയാളത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ ഏകദേശം 10 മാർക്ക് ഗദ്യം അല്ലെങ്കിൽ പദ്യം തന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 10 മാർക്ക് തന്നെ ബോധനശാസ്ത്രത്തിനും പിന്നീട് 10 മാർക്ക് സാഹിത്യത്തിനും, അങ്ങനെ 10 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബോധനശാസ്ത്രപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ റെഫർ ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതിൽ ഇംഗ്ലീഷ് ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നത്. ഇംഗ്ലീഷിൽ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലാംഗ്വേജ് കോംപ്രിഹെൻഷനാണ്, രണ്ടാമത്തത് പെഡഗോജിയാണ്. രണ്ടിനും 15 മാർക്ക് വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻസുകൾ അതുപോലെ തന്നെ വേർഡ് കറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വരാം. പെഡഗോജി എന്ന് പറയുമ്പോൾ നമ്മൾ DLD സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെഡഗോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് രണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഭാഗങ്ങളാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് ആണ്. സയൻസിൽ 20 മാർക്ക് എന്ന് പറയുന്നത് കണ്ടൻറ്റിനാണ്. ഈ കണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 1 തൊട്ട് 5ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇനി അതിൽ തന്നെ ഓരോ കണ്ടൻറ്റിനെ കുറിച്ചും നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് കൂടുതലും +2 ലെവലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാറ്റഗറി 1 പഠിക്കുന്നവരെ നിർബന്ധമായിട്ടും 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ റെഫർ ചെയ്ത് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സയൻസിൻ്റെ കാര്യത്തിൽ +2 വരെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഏകദേശം 10 മാർക്ക് എന്ന് പറയുന്നത് ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കണ്ടൻറ്റ് തന്നെയാണ്, അതാണ് നന്നായി പഠിക്കേണ്ടത്. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്നത് നമ്മുടെ മാത്സ് ആണ്. മാത്സിനും നേരത്തെ പറഞ്ഞ പോലെ സയൻസിൽ പറഞ്ഞ പോലെ തന്നെയാണ് 20, 10 എന്ന രീതിയിലാണ് മാർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ 20 മാർക്ക് കണ്ടൻറ്റിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ഏത് ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവലുള്ളതായിരിക്കും. അതായത് PSC ലെവലിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി 10 മാർക്ക് ബോധനശാസ്ത്രപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് DLD സിലബസിൽ നിന്നും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാറ്. ഈ ഒരു 20 മാർക്കിനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈക്കോളജിയാണ്. അതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ പോലെയുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് വളർച്ചയും വികാസവും, ആ ഒരു ഭാഗവും വികാസ തത്വങ്ങൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി തുടങ്ങിയവരുടെ വിവിധ സിദ്ധാന്തങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, അതായത് ഇപ്പോഴത്തെ കാലത്തുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബുദ്ധി, ഇൻ്റലിജൻസ്, അതുമായിട്ടുള്ള തിയറികൾ,
അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, അതിൽ പിയാഷെ, ചോംസ്കി, വൈഗോട്സ്കി ഇവരുടെയൊക്കെ തിയറീസ്. പിന്നെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വിലയിരുത്തൽ രീതികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CCE ഗ്രേഡിംഗ് സിസ്റ്റം, അതൊക്കെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, അതായത് നമ്മുടെ സമായോജന ക്രിയാതന്ത്രങ്ങൾ, അതൊക്കെ തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറീസ് പറയുന്നുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും മറ്റുമൊക്കെ. മനോവിശ്ലേഷണ സിദ്ധാന്തം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതിൽ നമ്മളിപ്പോൾ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം ക്ലാസ്സിൽ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലേണിംഗ് ആസ് എ സോഷ്യൽ ആക്ടിവിറ്റി, അതായത് സാമൂഹ്യ പഠന സിദ്ധാന്തങ്ങൾ. നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെയും മറ്റേ എറിക്സൻ്റെയും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ്, എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുടെ നേച്ചർ എന്താണെന്നാണ് നമ്മുടെ പിയാഷെ, ബ്രൂണറൊക്കെ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രിഡ്ജസ് ചാർട്ട്. അതുപോലെ തന്നെ മാസ്ലോയുടെ തിയറി, ആവശ്യങ്ങളുടെ ശ്രേണി, എബ്രഹാം മാസ്ലോയുടെ, അതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ അഭിപ്രേരണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. പിന്നെ മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് ഗദ്യം അല്ലെങ്കിൽ പദ്യം തന്നിട്ട് അതിൻ്റെ ആശയം കണ്ടെത്താം, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലായിരിക്കും ഒരു 10 മാർക്കോളം. പിന്നെ അതുപോലെ തന്നെ കാവ്യബിംബങ്ങളൊക്കെ പദ്യത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് മാതൃഭാഷ ബോധന ശാസ്ത്രം. അതിൽ നിന്ന് എന്താണ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി എങ്ങനെയാണ്, അതിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന പരിഗണന, എങ്ങനെയാണ് പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, അതൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിൽ കഥകൾ, അതുപോലെ കഥാകാരൻ, കൃതി, പിന്നെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ശൈലികളും പ്രയോഗങ്ങളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ താളബോധം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതായത് സമാന താളമുള്ള വരികൾ കണ്ടെത്തുക തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് 15 മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് മാർക്ക്, ഒരു 5 മാർക്കൊക്കെ പോകുന്നത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാനില്ല. പിന്നെ ഗ്രാമർ പോർഷനാണ് വരുന്നത്. ഗ്രാമർ പോർഷനിൽ ആർട്ടിക്കിൾ, കോൺകോഡ്, അങ്ങനെ 1 to 5 കാര്യങ്ങൾ വെച്ചിട്ട് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രിപ്പോസിഷൻസ്, ലിങ്കേഴ്സ്, ജെറൻസ്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്, അതൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ തന്നെ ഒന്ന് നോക്കി പോകണം. പിന്നെ വെർബൽ എബിലിറ്റീസ് ചോദിക്കാറുണ്ട്. അതായത് വൊക്കാബുലറിയാണ് സാധാരണ നമ്മൾ ചോദിക്കാറ്. സിനോണിംസ്, ആൻറ്റോണിംസ് ഒക്കെയാണ് ആ ഭാഗത്ത് കൂടുതലും. ഇഡിയംസും ഫ്രേസസും സാധാരണയൊക്കെ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ പെഡഗോജിയിലേക്ക് വരുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്വിസിഷനും ലേണിങ്ങും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിയറീസ്, അതായത് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അങ്ങനത്തെ തിയറീസൊക്കെ വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇറർ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറർ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്, ഇതൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ചിന്തയും ഭാഷയും, ലാംഗ്വേജ് ആൻഡ് തോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, ഈ നോം ചോംസ്കിയുടെയും മറ്റുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ്, അത് LSRW ഒക്കെ പറയുമല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതിൽ നിന്നും ഇടയ്ക്ക് ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷിൽ മെയിനായിട്ടും വരുന്നത്. എൻവയോൺമെൻറ്റൽ സയൻസ്, അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു കണ്ടൻ്റാണ് കൂടുതൽ മാർക്ക് വരുന്നത്. 20 മാർക്ക് വരുന്നുണ്ട്. നന്നായി തന്നെ പഠിക്കണം. 1 to +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് 10th വരെയുള്ള ടെക്സ്റ്റ് എങ്കിലും നമ്മൾ റെഫർ ചെയ്യുക. പിന്നെ ഇതിലിപ്പോൾ എന്താണ് എല്ലാവിധ കണ്ടൻസും, ഫാമിലി, വാട്ടർ, അഗ്രികൾച്ചർ, വെഹിക്കിൾ, ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സോയിലും എർത്തും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഡിസീസസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എനർജി, ആനിമൽ വേൾഡ്,
പിന്നെ പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോസിന്തസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സോളാർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും. അതെല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പെഡഗോജിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്നും കാണാറില്ല. മെയിനായിട്ടും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ, അങ്ങനത്തെ കുറച്ച് വേർഡുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതലും ചോദിക്കാറ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് പ്രോസസ്സ്, അതായത് ഇപ്പം നമ്മുടെ ഒരു പരീക്ഷണം നടത്തുന്നു അതിൻ്റെ ഘട്ടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺലി ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എങ്ങനെയാണ്, 1-2 ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സയൻസ് ക്ലബ്ബ്, അങ്ങനത്തെ ഈ പരിസര നടത്തം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്സൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ലേണിംഗ് എയ്ഡ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഈ എംപോസ്ഡ് മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ 5ാം ക്ലാസ്സിലത്തെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ആക്ഷൻ റിസർച്ച്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് സയൻസിൽ നിന്ന്. പിന്നെ മാത്തമാറ്റിക്സ് 1 to 5 ക്ലാസ്സുകളിലെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ ചോദ്യങ്ങളും നമുക്ക് വരാം. അത് അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നോക്കിയതുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്പേഴ്സ്, പ്ലേസ് വാല്യൂ, പിന്നെന്താ ഫ്രാക്ഷൻസ്, ഇതൊക്കെ വരും. ഇപ്പോൾ ഫ്രാക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യത്തേക്കാൾ ഉപരി അത് PSC മോഡലിലൊക്കെ അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും സാധാരണയായിട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലത്തെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ള ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എക്സാമിന് വരാറുണ്ട്. അപ്പം നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കുകളോടെയും ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയണത്. പിന്നെ പെഡഗോജി എന്ന് പറയുമ്പോൾ നമ്മുടെ DLED സിലബസിലത്തെ കാര്യങ്ങൾ പെഡഗോജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നന്നായി പഠിക്കുക. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ മാർക്ക് കളയാതെ തന്നെ ആൻസർ ചെയ്യണം. അതിൽ ഈ ബാല, അതുപോലെ തന്നെ മാത്സ് ക്ലബ്ബ്, പിന്നെ അതുപോലെ തന്നെ മാത്സിൽ ഉപയോഗിക്കുന്ന ചില ലേണിംഗ് എയ്ഡ്സ്, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്, അതായത് മാത്സിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ആഗമന രീതി, നിഗമന രീതി തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ചോദ്യങ്ങൾ വരാവുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടും മാത്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാറ്റഗറി 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.